നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പെരുന്നാളൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെരുന്നാളിന് ഒരു കുഞ്ഞു സദ്യ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഞാനിവിടെ മോരുകറി എടുത്തിട്ടുണ്ട്, സർലേസ, അച്ചാറ്, പുളിഞ്ചി, പിന്നെ ഒരു സേമിയ പായസം, പിന്നെ പ്ലെയിൻ റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. അപ്പൊ ഞാൻ ഇതൊന്നും എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കുന്നില്ല. മെയിൻ ആയിട്ട് നമ്മുടെ റെസിപ്പി ആട്ടിറച്ചി പൊരിച്ചത്. അപ്പൊ ഈ ആട്ടിറച്ചി പൊരിച്ചത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനിവിടെ 1 കിലോളം മട്ടൺ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെ നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. മട്ടൺ അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാകുമ്പോൾ ചിലപ്പോൾ അത് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു മീഡിയം സൈസിലുള്ള പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ പീസ് എല്ലാം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാനൊരു 3 മീഡിയം സൈസ് സവാള അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ വലുപ്പത്തിലുള്ള ഒരു തക്കാളി അതിന് ചെറിയ പീസ് ആക്കിയിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഇത് നല്ല ചെറിയ പീസ് അല്ല കേട്ടോ, ഒരു മീഡിയം സൈസിലാണ് നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പൊ ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പൊടികൾ ഇട്ട് കൊടുക്കുക. ഇനി കുരുമുളക് പൊടി ചേർക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇപ്പൊ മല്ലിപ്പൊടി ഞാൻ കുറവേ ചേർത്തിട്ടുള്ളൂ. നമ്മൾ കുരുമുളകും മുളക് പൊടിയാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബൗള് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിത് തേങ്ങാപ്പാൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പം മട്ടണിൽ കുറച്ച് വെള്ളമുണ്ട്, പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലും. ഇത് മതി. ഇനി നമുക്കിതിനെ മൂടിയിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്ലെയിം ലോ ആക്കി. ലോ ഫ്ലെയിമിൽ 2-3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം. നമ്മുടെ മട്ടണൊക്കെ വെന്തിട്ടുണ്ട്, നല്ലവണ്ണം ഗ്രേവി ഉണ്ട്. 1 കപ്പ് പാല് മാത്രമേ ചേർത്തിട്ടുള്ളൂ, പക്ഷേ ഈ മട്ടണിൽ നിന്ന് തന്നെ നല്ലവണ്ണം വെള്ളം നമുക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി മട്ടൺ പീസുകളെ ഒരു പാനിലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് മതി കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാതെ തന്നെ ഈ കുക്കറിൽ നിന്ന് ഈ കറി എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പം എല്ലാ ഇറച്ചികളെയും നമ്മളിപ്പോൾ പാനിലിട്ടിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആട്ടിറച്ചി പൊരിച്ചെടുക്കണമെന്ന്. പക്ഷെ നമ്മളിതിന് ഓയിലിട്ടിട്ട് അങ്ങനെ അങ്ങ് നന്നായി വറുത്ത് എടുക്കുമെന്നല്ല കേട്ടോ, ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്യാതെ നമ്മൾ വെറുതെ ഈ കറി കൂട്ടി കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തതിൻ്റെ കൂടെ ഇനി ഇതിനെ നമുക്കൊന്ന് പതുക്കെ മറിച്ചിടാം. ഇതുപോലെ നമുക്ക് ചിക്കനിൽ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഫ്ലെയിം കൂട്ടിയിട്ട് അങ്ങനെ മൊരിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇറച്ചിയുടെ 2 സൈഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റാം. കുക്കറിലുള്ള ഈ ഗ്രേവിനെ നമുക്കൊന്നുകൂടെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പം അത്യാവശ്യം നല്ല കുറുക്കിയിട്ട് തന്നെ ഇരിക്കുന്നത്, എന്നാലും ഇതിനെ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഗ്രേവി ഒന്നുകൂടെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആട്ടിറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് സെർവ് ചെയ്യാൻ പോകുന്നത് പ്ലെയിൻ റൈസിൻ്റെ കൂടെയാണ്. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സദ്യയാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ കൂട്ടത്തിലൊരു മോരുകറി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കുമ്പളങ്ങ വെച്ചിട്ടുള്ള മോരുകറിയാണ്. പിന്നെ സർലേസ്,
പിന്നെ മാങ്ങച്ചാറ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ പുളിഞ്ചി, പിന്നെ ഒരു സേമിയ പായസം. ഇത്രയാണ് നമ്മൾ ഈ പെരുന്നാളിനുള്ള സദ്യക്ക് തയ്യാറാക്കി. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ കൊറോണ കാലത്ത് എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതെല്ലാം മാറി എല്ലാവരും പഴയ സ്ഥിതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല പെരുന്നാൾ ആശംസിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.